കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കന്നഡ സൂപ്പർ സ്റ്റാർ ദർശൻ അയാളുടെ ആരാധകനെ മൃഗീയമായി കൊന്ന ഒരു വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അയാളുടെ കാമുകിക്ക് വേണ്ടി ആണ് അയാൾ ആ ഒരു ക്രൂരകൃത്യം നടത്തിയത്. ഇപ്പൊ ഈ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള ദർശനും അദ്ദേഹത്തിന്റെ കാമുകിയും ജയിലിലാണ്. ഒരുപാട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചെങ്കിലും ഇത്രയും മാധ്യമ ശ്രദ്ധ നേടിയതിനാൽ തന്നെ വലിയ രീതിയിലുള്ള കുരുക്കാണ് ഈ കന്നഡ സൂപ്പർ സ്റ്റാർ ദർശന്റെ മുകളിൽ പെട്ടത് എന്ന് തന്നെ പറയാം. ഇന്നല്ലെങ്കിൽ ഒരുപക്ഷെ നാളെ അയാളുടെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഊരിപ്പോരും ഈ കേസിൽ നിന്ന്. ഇപ്പം മലയാളം ആക്ടർ ആയിട്ടുള്ള ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങിയതുപോലൊക്കെ തന്നെ വാർത്തകളിൽ ചൂട് പിടിക്കുന്ന ഈ കാമുകിയുടെ പവിത്ര ഗൗഡ എന്നാണ് അവരുടെ പേര്, പ്രധാന പ്രതിയാണ്. അതുപോലെ തന്നെ ദർശന്റെ കാമുകിയുമായിട്ടുള്ള ഈ യുവതി ജയിലിൽ മേക്കപ്പ് നൽകുന്നതിൽ ജയിൽ സൂപ്രണ്ടും മറ്റു ഉദ്യോഗസ്ഥരും അതിനുള്ള ഏർപ്പാടുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അതിലേക്ക് കടന്നു വരാം. അതിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, കന്നഡ തെലുങ്ക് സിനിമാ ലോകം ഒരിക്കലും മലയാള ഇൻഡസ്ട്രിയെ പോലെയല്ല. ഇപ്പൊ സിനിമാ ആരാധകർ കൂടുതലാണ് അവിടങ്ങളിൽ. അതായത് ഭ്രാന്തമായിട്ടുള്ള ഒരു ആരാധനയാണ് അവിടങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സൂപ്പർ സ്റ്റാറുകളുടെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് അറിയാനും അതിനോട് പ്രതികരിക്കാനും ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് എന്ന് തന്നെ പറയാം. ഈ മരിച്ചുപോയ ഈ ആരാധകൻ വെറും ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അയാളുടെ ഭാര്യ ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീയാണ്. വെറും 8,000 രൂപയ്ക്ക് സെയിൽസ്മാൻ ആയിട്ട് ജോലി ചെയ്തിരുന്ന ഇയാൾ ദർശൻ എന്ന കന്നഡ താരത്തിന്റെ വലിയൊരു ആരാധകനായിരുന്നു എന്നുള്ളതാണ്. അയാളെയാണ് ഈ സൂപ്പർ സ്റ്റാർ ദർശൻ എന്ന നടൻ അതിക്രൂരമായിട്ട് കൊന്നത്. സിനിമയിൽ ഇവർ നായക പരിവേഷം നടത്തുമ്പോൾ അല്ലെങ്കിൽ സിനിമയിൽ കാണിച്ചു കൂട്ടുന്ന കൂട്ടുകാർക്കും കുടുംബത്തിനും സമൂഹത്തിനും നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന രീതികളാണല്ലോ ജനത്തിന് കാണിച്ചു കൊടുക്കുന്നത്. ജനം കരുതുന്നത് എന്താണ്, ഇവർ യഥാർത്ഥത്തിൽ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നതെന്നാണ്. പക്ഷെ പണത്തിന്റെ സ്വാധീനത്തിൽ ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾ സിനിമാ മറവിൽ ധാരാളം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കന്നഡ തെലുങ്ക് ഇൻഡസ്ട്രികളിലൊക്കെ. മലയാളത്തിൽ നടക്കുന്നില്ല എന്നല്ല പറയുന്നത്. കേരളത്തിലെ പോലീസിനെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ഇവിടുത്തെ പൊളിറ്റീഷ്യൻസിനെ സ്വാധീനിക്കാൻ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് മറ്റ് ഇൻഡസ്ട്രികളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്രൂരതകൾ ഇവിടെ നടക്കുന്നത് കുറവാണ്. പക്ഷേ ഈ സ്മഗ്ലിങ്, അതുപോലെ ഈ ഡ്രഗ്സ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ മലയാളത്തിൽ സൈഡിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ കന്നഡയിലും തെലുങ്കിലും ഒക്കെ ധാരാളം പണം ആക്ടേഴ്സ് വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയെ കീഴടക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇവരെല്ലാം. എത്ര സ്വാധീനം ഉപയോഗിച്ചാണെങ്കിലും എന്ത് കേസിൽ പെട്ടാലും ഊരിപ്പോരും എന്നുള്ള ഒരു ഉറപ്പ് ഇവർക്കുണ്ട്. ഇല്ലെങ്കിൽ ഈ സമൂഹ മാധ്യമത്തിൽ വന്ന ഒരു കമന്റിന്റെ പേരിൽ ഒരു ദരിദ്രനായ അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരാളെ കൊല്ലാനുള്ള ആ ഒരു ദുഷ്ടന്റെ മനസ്സ്, ഒരു ക്രൂരത കാണിക്കാൻ അല്ലെങ്കിൽ ആ ക്രൂരയായ ഒരു സ്ത്രീയുടെ കൈകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് ശക്തി കൂടുകയുള്ളൂ. എന്നിട്ട് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ഇവരെ എന്ത് ചെയ്യും, ജയിലിലേക്ക് പറഞ്ഞുവിടും. അവിടെ VIP ട്രീറ്റ് നൽകി അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകും. സിനിമാ താരം ആയതുകൊണ്ട് തന്നെ ഇമേജ് നഷ്ടമാകാതിരിക്കാൻ വേണ്ടി മേക്കപ്പ് ഉപയോഗിക്കാതെ ജയിലിൽ പോലും കഴിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ നടിക്ക് അവിടെ ഉള്ളത്. അതിനെല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നതോ പോലീസ് ഉദ്യോഗസ്ഥരും. ഇതിന്റെ എല്ലാം ചൂട് കുറയുമ്പോൾ മറ്റു പല കാരണങ്ങൾ നൽകി ജാമ്യം ഇവർക്കൊക്കെ നൽകുകയും ചെയ്യും. പിന്നെ പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് കേസ് തള്ളിക്കളയുകയും ചെയ്യും. എതിർഭാഗം ശക്തനല്ലാത്തതിനാൽ ഈസി ആയിട്ട് ഇവർക്ക് ഈ കേസിൽ നൂരിപ്പോരാൻ കഴിയും. എല്ലാ ഇൻഡസ്ട്രികളിലും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും പീഡനങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പം സുശാന്ത് സിംഗ് രജ്പുത്ത്, അദ്ദേഹത്തിന്റെ മരണം നടന്നിട്ട് ഏകദേശം ഇപ്പൊ 4 വർഷം കഴിഞ്ഞു. ഇന്നും അതിനൊരു ഉത്തരം നൽകാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കൊന്നവർ ഇന്നും പുറത്ത് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇവിടെ നീതിയുടെ ന്യായത്തിന്റെയും കോടതി എവിടെയാണെന്നുള്ളതാണ്. ജനം സുരക്ഷിതരല്ല ഒരിടത്തും. ഒരു സാധാരണക്കാരനെ വീട്ടിൽ നിന്നും വിളിച്ചു കൊണ്ടുപോയി അതിക്രൂരമായാണ് കൊല്ലുന്നത്. സിനിമയിൽ കാണുന്നത് പോലെ കൊന്ന് ഓടയിലേക്ക് എടുത്തു തള്ളുന്നു. സിനിമാ ലോകം എന്ന് പറയുന്നത് അധോലോകം തന്നെയാണ്. ക്രിമിനലുകൾ വാഴുന്ന ഒരു അധോലോകം.